ഏതൊരു പരിപാടിയുടെയും വിജയത്തിന് പിന്നിൽ അച്ചടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അത് നിയന്ത്രിക്കാൻ. അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മേലടി സബ് ജില്ലാ കലോത്സവത്തിന് മികച്ചതാക്കി മാറ്റാൻ പറ്റുന്ന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കമ്മിറ്റിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സാറ് തന്നെ പറയും. നമ്മുടെ മേലടി സബ് ജില്ലാ കലോത്സവത്തിന്റെ 4 ദിവസമായിട്ടുള്ള മത്സരങ്ങളിൽ നമ്മുടെ മത്സരങ്ങൾ ഏറ്റവും മനോഹരമാക്കി ഏറ്റവും സമാധാനമായിട്ട് നല്ലൊരു അന്തരീക്ഷം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. KUTA സബ് ജില്ലാ കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ അതിന്റെ കൂടെ ഇവിടെയുള്ള യൂണിഫോം കേഡറ്റുകളായ SPC, അതുപോലെ JRC, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS തുടങ്ങിയ സംഘങ്ങൾ നമുക്ക് ഒപ്പമുണ്ട്. അതുപോലെ അതിന്റെ ഒപ്പം നമ്മുടെ KUTA അധ്യാപകർ, അതുപോലെ സ്കൂളിലെ അധ്യാപകർ, അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ നാട്ടുകാർ, നല്ലവരായ നാട്ടുകാർ, അതുപോലെ യുവാക്കൾ അടങ്ങിയ ഒരു വലിയ സംഘം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മൾ 4 ദിവസമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നടന്നു വരികയാണ്. നമ്മുടെ 9 വേദികളിലും ഏറ്റവും നന്നായിട്ട് മത്സരം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അവിടെയൊക്കെ നമ്മുടെ നാട്ടുകാരും ഈ എല്ലാ യൂണിഫോം അംഗങ്ങളും ഒക്കെ അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ സജീവമായ പിന്തുണയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഒരു പ്രശ്നവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് നമുക്കിത് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ നാട്ടുകാരെയാണ് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നത്. നമ്മുടെ ഇതിന്റെ ചെയർമാനായിട്ട് കാര്യങ്ങൾ നടത്തുന്നത് നമ്മുടെ ബാലേട്ടനാണ്. ബാലേട്ടന്റെ നേതൃത്വത്തിലാണ് കാര്യമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലേട്ടന് 2 വാക്ക് സംസാരിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ടീമിൽ പാരാ കമാൻഡോ പാർട്ടി, അങ്ങനെ പല വിധത്തിലുള്ള സർവീസ് റിട്ടയർഡായ പാർട്ടികളും അല്ലാതെ കണ്ട് നമ്മളെ ഈ പുറത്തേക്ക് ബന്ധപ്പെട്ട് പല കാര്യത്തിലും ഇടപെട്ട് ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു ത്യാഗം കൂടി ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. TDR ഇവിടെ ഉണ്ട്. അപ്പൊ അവരെയും കൂടി നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഓണം തന്നെ മാത്രമേ പറയാനുള്ളൂ.